മലബാറിലെമ്പാടും CPM-ന് ഞെട്ടലാണോ അനഘ? ഒപ്പം നവ്യ ഹരിദാസിന്റെ വിജയത്തെ പറ്റി കൂടി അനഘ. തീർച്ചയായും ഈ നിമിഷവും ലീഡ് നില ഉയർത്തുകയാണ് NDA. 12ഇടത്തേക്ക് NDA ലീഡ് നില ഉയരുന്നുണ്ട്. UDF 21, അതുപോലെ LDF 26 എന്നിങ്ങനെയാണ് നിലവിലെ ലീഡ് നില എന്നുള്ളത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘശതാബ്ദിയുടെ ഈ വർഷത്തിൽ ചാലപ്പുറം വാർഡ് അത് UDF-ന്റെ കുത്തക വാർഡാണ്, സിറ്റിംഗ് സീറ്റാണ്. ആ കുത്തക വാർഡ് ചാലപ്പുറം അത് NDA പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ചാലപ്പുറത്ത് അനിൽകുമാർ KP ആണ് NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ചാലപ്പുറം വാർഡ് നിലവിൽ NDA പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ കൃത്യമായി തന്നെ LDF-ന് ലീഡുള്ള, അതുപോലെ തന്നെ UDF-ന് ലീഡുള്ള പല വാർഡുകളും NDA പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ 10ലധികം സീറ്റ് ഇതിനോടകം തന്നെ ജയിച്ചു കഴിഞ്ഞു. ഇപ്പോഴും വോട്ടെണ്ണൽ തുടരുകയാണ്. ഇതിൽ 12ഇടത്ത് NDA മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ചരിത്ര വിജയം. BJP-യെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം പലയിടങ്ങളിലും BJP-ക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് പൊറ്റമ്മൽ, അത് ഇടതിന്റെ ഉരുക്ക് കോട്ടയായിരുന്ന പൊറ്റമ്മൽ T റനീഷ് വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ പലയിടങ്ങളിലും LDF-നെയും UDF-നെയും ഞെട്ടിച്ചുകൊണ്ട് കരുത്തുറ്റ വിജയമുണ്ടാക്കാൻ NDA-ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായുള്ള PM നിയാസ്, അതുപോലെ LDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുസാഫിർ അഹമ്മദ്, ഈ രണ്ടുപേരും തോൽക്കുന്ന സാഹചര്യം, മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും കോർപ്പറേഷനിൽ ഇപ്പോൾ നടക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ 45 വർഷമായി LDF ആണ് കോഴിക്കോട് ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട് എന്നതാണ്. BJP വലിയ മുന്നേറ്റം, കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഈ നിമിഷവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJP മഹിളാ മോർച്ച അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസ് ജയിച്ചിട്ടുണ്ട്. കാരപ്പറമ്പ് വാർഡിൽ 3ാം തവണയും ഹാട്രിക് വിജയം നേടിക്കൊണ്ട് നവ്യ ഹരിദാസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. വോട്ട് മറിച്ചു നൽകിക്കൊണ്ട് UDF-ഉം LDF-ഉം വോട്ട് മറിച്ചു നൽകിക്കൊണ്ട് നവ്യയെ ഏത് വിധേനയും പരാജയപ്പെടുത്താനുള്ള സകല അടവും കാരപ്പറമ്പിൽ ഇത്തവണ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് പലയിടത്തും NDA തരംഗം അത് കോഴിക്കോട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും തന്നെ വലിയ വേരോട്ടം ഇല്ലാത്തൊരു മണ്ണ് കൂടിയായിരുന്നു NDA സംബന്ധിച്ച്. 2015-ലും അതുപോലെ 2020-ലും